വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ വീടുകളിലൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതാണ് ഫിഷ് ഫ്രൈ, മീൻ പൊരിക്കാറുണ്ട്. പക്ഷേ 2 ഇൻഗ്രീഡിയൻസ് ചേർത്താൽ നമുക്ക് ഫിഷ് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടുകയും ചെയ്യും, പതിവായിട്ട് കഴിക്കുന്നതിൽ നിന്നുള്ള ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോന് കിളിമീൻ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പുതിയാപ്പിളക്ക് ഓരാന്ന് പറയും, UAE സുൽത്താൻ ഇബ്രാഹിം എന്ന് പറയും. അപ്പോൾ 1 കിലോന് കിളിമീൻ നല്ല വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാലയിലേക്ക് എടുക്കാം. അയില, അതുപോലെ തന്നെ ഫ്ലഷുള്ള ഫിഷുകളൊക്കെ അല്ലേ, ഷേരി, നെയ്മീൻ, അങ്ങനത്തെ ഫിഷുകളിലൊക്കെ ഇത് നല്ല സ്യൂട്ടായിട്ടുള്ള മസാലയാണ്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 8-10 ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണ്, അതുപോലെ തന്നെ മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂണ് വിനാഗിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, എല്ലാതും ഒരുമിച്ച് തന്നെ നമുക്ക് അരച്ചെടുക്കാം. പെരിഞ്ജീരകം, ചെറിയ ജീരകമല്ല കേട്ടോ, പെരിഞ്ജീരകമാണ് ഇതിന് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ, പിന്നെ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി. മുളക് പൊടി നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിനാഗിരി 1 ടേബിൾ സ്പൂണും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി മസാല, നല്ല സ്മെല്ലുണ്ട്. ആ പെരുംജീരകത്തിൻ്റെ ഒക്കെ മണം എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മസാല എടുത്തിട്ട് ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വരഞ്ഞെടുത്തിട്ടുള്ള ഓരോ മീനിൻ്റെ ഉള്ളിലോട്ടും നമ്മൾ ഈ പറഞ്ഞ മസാല തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മാരിനേഷൻ ചെയ്യണം. മാരിനേഷനിലാണ് നമ്മൾ മീൻ പൊരിക്കുമ്പോഴത്തെ ടേസ്റ്റിൽ കാര്യം. മാരിനേഷൻ ശരിക്ക് കറക്റ്റ് അല്ലെങ്കിൽ മീൻ പൊരിച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, അതുപോലെ തന്നെ എന്താണ് ഒരു ഫ്ലേവറും ഇല്ലാത്ത മീനാവും. അപ്പോൾ നമ്മൾ മാരിനേഷൻ നന്നായിട്ട് എപ്പോഴും ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഇനി വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് ഒരു ലെമണിൻ്റെ ആ ഒരു ജ്യൂസ് യൂസ് ചെയ്താൽ മതി. അതിനുശേഷം 1 മണിക്കൂറെങ്കിലും നമ്മൾ മാരിനേഷൻ ചെയ്ത് വെക്കുക. 1 മണിക്കൂറിന് ശേഷം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ ആദ്യം കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ എണ്ണയിലേക്കും ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ പിടിക്കും. അതിനുശേഷം ഓരോ ഫിഷും മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ മീനിൻ്റെ പീസസും ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്മിൽ വേണം നമ്മളെപ്പോഴും മീൻ പൊരിക്കാൻ. ഹൈ ഫ്ലെയിമിൽ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ എപ്പോഴും പെട്ടെന്ന് തന്നെ ആവും ചെയ്യും, പക്ഷെ ഉള്ളിൽ വേവാത്ത പോലെ ആവും, പുറമേ കരിയും ചെയ്യും. അപ്പോൾ എപ്പോഴും സിമ്മായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ മീൻ പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഒരു സൈഡായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മറിച്ചിടുക. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മസാലയിലൊക്കെ പൊരിച്ചെടുത്ത മീൻ ഓരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഫിഷ് ഫ്രൈ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് മലയാളികൾക്ക് പറ്റിയൊരു ഫ്ലേവറാണ് ഉലുവയുടെയും പെരുംജീരകത്തിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ ഒരു ഫ്ലേവർ. അപ്പോൾ എല്ലാവരും ഇനി മീൻ പൊരിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ പൊരിച്ച് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള ഒരുപാട് വ്യത്യസ്ത റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.